കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമ്മൾ 43-ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇത്രത്തോളം നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിന് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ചില എപ്പിസോഡുകളായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കൾ ഓർക്കുന്നുണ്ടാവും, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പൂർത്തീകരിച്ച ശേഷം അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. 9-10 വാക്യം ഞാൻ വായിക്കുന്നു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. എന്നാൽ അന്ന് ശബത്തായിരുന്നു. ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട്, ഇന്ന് ശബത്താകുന്നു, കിടക്ക എടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. ഇതിനോട് ചേർന്ന് 16-17 വാക്യങ്ങളിലൂടെ ഞാൻ വായിക്കാം. യേശു ശബത്തിൽ അത് ചെയ്തതുകൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു. യേശു അവരോട്, എൻ്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഈ സംഭവത്തെ തുടർന്ന് കർത്താവ് ശബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് വളരെയധികം യഹൂദന്മാർ കർത്താവിനെ ഉപദ്രവിച്ചു എന്ന് നമ്മൾക്ക് തിരുവെഴുത്തിൽ നിന്ന് കാണുവാൻ കഴിയും. ഈ ശബത്ത് എന്ന വിഷയം നമ്മൾ ഒന്ന് ധ്യാനിക്കുകയായിരുന്നു. അത് വളരെ എക്സ്റ്റെൻസീവായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. 1-2 എപ്പിസോഡുകൾ കൊണ്ട് ആ വിഷയം പൂർത്തീകരിക്കാൻ സാധ്യമല്ല. വളരെ ആഴമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ ഇതൊരു ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് എക്സോസ്റ്റീവ് അല്ലെങ്കിലും ചില സൂചനകളുടെ ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളുടെ മുൻപാകെ വയ്ക്കുവാൻ താല്പര്യപ്പെടുകയാണ്. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ശബത്തിനെ യഹൂദ മത നേതൃത്വം അവരുടേതായിട്ടുള്ള പാരമ്പര്യങ്ങളും നിയമങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ കൽപ്പനയോട് ചേർത്ത് മനുഷ്യരുടെ മേൽ ഒരു വലിയ നുകമായ കൽപ്പന കെട്ടിവെച്ചു. അതാണ് വാസ്തവത്തിൽ ഇവിടുത്തെ വിഷയം. കർത്താവ് തൻ്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ മനഃപൂർവം ശബത്ത് ദിവസം ധാരാളം സൗഖ്യങ്ങൾ കർത്താവ് ചെയ്തു. അത് ഈ മതനേതൃത്വത്തിൻ്റെ കണ്ണ് തുറക്കാൻ വേണ്ടി യേശു ചെയ്തതാണ്. ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേൽ മക്കൾക്ക് അവരുടെ അനുഗ്രഹത്തിനായി കൊടുത്ത ശബത്തിനെ തെറ്റിദ്ധരിച്ച് യഹൂദ മതനേതൃത്വം അതിനെ വ്യാഖ്യാനിച്ച് മനുഷ്യൻ്റെ മേൽ വലിയ നുകമെടുത്തു വെച്ചു. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കർത്താവ് അവരുടെ ശ്രദ്ധ തിരിക്കുവാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥമായി ദൈവം യഹൂദന് ശബത്ത് കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കർത്താവ് തൻ്റെ ഐഹിക ശുശ്രൂഷ കാലയളവിൽ അവരെ പഠിപ്പിച്ചു. അതിനായി കർത്താവ് അത്ഭുതങ്ങൾ പ്രത്യേകിച്ചും ശബത്ത് ദിവസം ചെയ്തതായിട്ട് നമ്മൾക്ക് തിരുവെഴുത്തിൽ നിന്ന് കാണുവാൻ കഴിയും. ശബത്തിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായും 3 ചിന്തകളാണ് ഇന്ന് നിലവിലുള്ളത്. ഒന്നാമത്തെ ചിന്ത, സെവൻത് ഡേ സബാറ്റേറിയൻസ് അവർ വിശ്വസിക്കുന്നത് 7-ാമത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനിയാഴ്ച മറ്റു പ്രവൃത്തികളൊക്കെ വിട്ട് ദൈവത്തിനായി ആ ശനിയാഴ്ച ദിവസം വേറിട്ട് കൊടുക്കണം. 6 ദിവസം അധ്വാനിച്ച ശേഷം 7-ാം ദിവസമാകുന്ന ശനിയാഴ്ച വേറിട്ട് ദൈവത്തിനായി കൊടുക്കണം. രണ്ടാമത്തെ ഒരു ചിന്ത ഇന്ന് നിലവിലുള്ളത്, ശനിയാഴ്ച എന്നുള്ളത് ഇപ്പോൾ ഞായറാഴ്ച ആയിരിക്കുകയാണ്. ഞായറാഴ്ചയാണ് ക്രിസ്തീയ ശാബത്ത്. അന്നത്തെ ദിവസം മറ്റ് കാര്യങ്ങളിൽ ഒന്നും ഇടപെടാതെ
ദൈവത്തെ ആരാധിക്കുക, ദൈവവചനം ശ്രദ്ധിക്കുക, ധ്യാനിക്കുക, ആത്മീക കാര്യങ്ങളിൽ ഇടപെട്ട് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നിൽക്കുക, സഹവിശ്വാസികളുമായി കൂട്ടായ്മ ആചരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിച്ച് അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇന്ന് നിലവിൽ ഉണ്ട്. മൂന്നാമത്തെ ഒരു ചിന്തയുള്ളത് ആൻറ്റി സബറ്റേറിയൻസ് ആണ്, അല്ലെങ്കിൽ നോൺ സബറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശബത്തിൻ്റെ നിയമം പുതിയ നിയമവിശ്വാസിയെ ഭരിക്കുന്നില്ല എന്ന് വിശ്വസിച്ച് ദൈവത്തിന് ആഴ്ചയിലെ ഒരു ദിവസം വേറിട്ട് കൊടുക്കുന്നു. പക്ഷേ അത് നിയമത്തിൻ്റെ ഭാഗമായിട്ടല്ല. അങ്ങനെ ഒരു സ്വസ്ഥത അത് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതാണ്. ഇന്ന് ആത്മീക സ്വസ്ഥതയാണ് നമ്മൾ അനുഭവിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു മൂന്നാമത്തെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പം അങ്ങനെ പ്രധാനമായി 3 ചിന്തകളാണ് ഇന്ന് നിലവിലുള്ളത്. 7-ാമത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ശബത്തായി ആചരിക്കണം, ദൈവം കൊടുത്ത കൽപ്പന. ഇന്ന് അത് ക്രിസ്ത്യാനികൾക്കും അതുള്ളതാണ്. അതുകൊണ്ട് എല്ലാ ക്രിസ്ത്യാനികളും അത് അനുസരിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവർ സെവൻത്ത് ഡേ ബാപ്റ്റിസ്റ്റുകാരും മറ്റേത് സെവൻത്ത് ഡേ അഡ്വൻറ്റിസ്റ്റുകാരുമാണ്. അത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സെവൻത്ത് ഡേ അഡ്വൻറ്റിസ്റ്റിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ആ കാര്യങ്ങൾ ചിന്തിച്ചാൽ ആ ഒരു ഗ്രൂപ്പ് നിലവിൽ വന്നത് മില്ലറിസം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ നിന്നാണ്. വില്യം മില്ലർ എന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യൻ ബൈബിൾ പ്രവചനങ്ങളെല്ലാം അദ്ദേഹം പഠിച്ച് അതിൻ്റെ അവസാനത്തിൽ യേശുക്രിസ്തു 1843 മാർച്ച് മാസമോ 44 മാർച്ച് മാസമോ വരും എന്ന് അദ്ദേഹം കണക്ക് കൂട്ടി. അങ്ങനെ 1820കളുടെയും 30കളുടെയും ഒക്കെ ആ സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ധാരാളം ആളുകളെ ആകർഷിച്ചു. ചില വർഷങ്ങൾ കഴിഞ്ഞാൽ ഉടൻ യേശു വരുമെന്നുള്ള ആ ചിന്ത ധാരാളം ആളുകളെ അമേരിക്കയിൽ ആകർഷിച്ചു. 1844 മാർച്ച് മാസം യേശുക്രിസ്തു വന്നില്ല. അതൊരു ഭയങ്കര ഡിസപ്പോയിൻമെൻ്റായി മാറി. ആ മാർച്ച് മാസം വരാഞ്ഞതുകൊണ്ട് അവർ പിന്നെയും കണക്കുകളെല്ലാം കൂടെ കൂട്ടി ഒക്ടോബർ 22, 1844 യേശു വരുമെന്ന് പറഞ്ഞു. പക്ഷെ അന്നും യേശു വന്നില്ല. ദൈവമക്കൾക്കറിയാമല്ലോ, തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്, നാളും നാഴികയും ആരും അറിയുന്നില്ല. അപ്പം ഇവരുടെ പ്രവചനങ്ങളെല്ലാം കള്ളപ്രവചനങ്ങളായിരുന്നു. അവരങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ കണക്കുകളൊക്കെ കൂട്ടി അവരാ നിലയിൽ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ അതെല്ലാം പൊളിഞ്ഞുപോയി. അതൊരു വലിയ ഡിസപ്പോയിൻറ്റിങ് കാലഘട്ടമായിരുന്നു. അതിനെ വാസ്തവത്തിൽ അവർ തന്നെ വിളിക്കുന്നത് ദ ഗ്രേറ്റ് ഡിസപ്പോയിൻമെൻ്റ് എന്നാണ്. അവർ പ്രതീക്ഷിച്ചതുപോലെ യേശു വന്നില്ല. എന്നാൽ ഈ വില്യം മില്ലർ അദ്ദേഹം തൻ്റെ കുറ്റം സമ്മതിച്ചു. അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്ന് അദ്ദേഹം സമ്മതിച്ച് അദ്ദേഹം പിന്നീട് ആ ഗ്രൂപ്പിൽ നിന്ന് ഒഴിയുന്നതായിട്ട് നമ്മൾക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ആ ഗ്രൂപ്പ് പിന്നീട് 2ആയിട്ട് തിരിഞ്ഞു. അതിലെ ഒരു ഗ്രൂപ്പിൽ എലൻ ജി വൈറ്റും തൻ്റെ ഭർത്താവ് ജെയിംസ് വൈറ്റും നേതൃത്വം കൊടുത്തു. അവരും ഇങ്ങനെ കർത്താവിൻ്റെ വരവിന് പ്രാധാന്യത കൊടുത്ത് അവർ ആ ഗ്രൂപ്പിനെ വളർത്തുവാൻ തുടങ്ങി. എന്നാൽ അവരോട് ചേർന്ന് ജോസഫ് ബെയ്റ്റ്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 1840കളുടെ അവസാന ഘട്ടങ്ങളിൽ താൻ ശബത്തിനെക്കുറിച്ചുള്ള ടീച്ചിങ്സ്, ശനിയാഴ്ച ഒരു വിശുദ്ധ ദിവസമായി ദൈവസഭയെ അംഗീകരിക്കണമെന്നുള്ള ആ ടീച്ചിങ് ജോസഫ് ബെയ്റ്റ്സ് കൊണ്ടുവന്നു. ജോസഫ് ബെയ്റ്റ്സിൻ്റെ ഈ ഒരു പഠിപ്പിക്കൽ ശരിയാണെന്ന് എലൻ ജി വൈറ്റ് കണ്ട ഒരു ദർശനത്തിൽ അവർക്ക് ബോധ്യമായി. അങ്ങനെ സെവൻത്ത് ഡേ അഡ്വൻറ്റിസ്റ്റുകാർ ഔദ്യോഗികമായി ഈ ഒരു ഉപദേശത്തെ അവർ സ്വീകരിക്കുന്നതായി ചരിത്രത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയും. ഇന്ന് ഈ ഗ്രൂപ്പ് വളരെ ഫാസ്റ്റായി വളരുന്ന ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും.
ഈ പ്രത്യേക ഉപദേശത്തിന് അവർ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നും നമ്മൾക്ക് അറിയുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ശബത്തിനെക്കുറിച്ച് പഠിക്കുന്നത് വളരെ ആവശ്യമാണ്. വാസ്തവമായി ക്രിസ്തീയ വിശ്വാസത്തിൽ ഉള്ള ഒരു ദൈവ പൈതൽ, പുതിയ നിയമ ഉടമ്പടിയുടെ ഭാഗമായ ഒരു ദൈവ പൈതൽ, ഇന്ന് ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത ഉടമ്പടിയുടെ ഭാഗമായ ശബത്ത് ആചരിക്കണമോ എന്നുള്ളത് ശരിക്ക് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു എപ്പിസോഡിലും ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ റോമാലേഖനം 14 അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ദൈവമക്കൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. ഒരു ക്രിസ്തീയ സ്വാതന്ത്ര്യം പൗലോസ് അവിടെ പറയുന്നുണ്ട്. ഒരാൾക്ക് ശനിയാഴ്ച ആരാധിക്കണം, ഒരാൾക്ക് ഞായറാഴ്ച ആരാധിക്കണം, ഒരാൾക്ക് വെള്ളിയാഴ്ച ആയിരിക്കാം സൗകര്യം, അദ്ദേഹത്തിന് അതായിരിക്കാം താല്പര്യം. അതിനൊരു സ്വാതന്ത്ര്യം വേദപുസ്തകം കൊടുക്കുന്നുണ്ട്. പക്ഷേ ശനിയാഴ്ച ആരാധിച്ചില്ലെങ്കിൽ അത് തെറ്റാണ്, പാപമാണ്, കൽപ്പനാ ലംഘനമാണ് എന്ന് വാദിക്കുമ്പോഴാണ് ദൈവവചനത്തിൽ നിന്ന് ശരിയായ ഉപദേശം മനസ്സിലാക്കി അത് നമ്മൾ ക്രിസ്തു വിശ്വാസികളെ പഠിപ്പിക്കേണ്ടത്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ 6 ദിവസം ദൈവം സൃഷ്ടിപ്പ് നടത്തി, 7-ാമത്തെ ദിവസം ദൈവം റെസ്റ്റ് ചെയ്തു എന്ന തിരുവെഴുത്ത് പറയുന്നുണ്ട്. പക്ഷേ അവിടെ ശബത്ത് എന്ന വാക്ക് നമ്മൾ കാണുന്നില്ല. അത് വാസ്തവത്തിൽ സൃഷ്ടിപ്പിലുള്ള ഒരു കൽപ്പനയായിരുന്നെങ്കിൽ ആദമും ഔവയും ശബത്ത് പിന്നീട് ആചരിച്ചേനെ. അങ്ങനെ ബൈബിളിൽ രേഖ ഇല്ല. ആദം മുതൽ മോശ വരെയുള്ള കാലഘട്ടങ്ങളിൽ എത്രയോ ഭക്തന്മാരായ ആളുകൾ ആ നൂറ്റാണ്ടുകളിലൊക്കെ ജീവിച്ചു. ദൈവത്തോടു കൂടെ നടന്ന ഹാനോക്ക്, ദൈവത്തോടു കൂടെ നടന്ന നോഹ, ദൈവശബ്ദം കേട്ട അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ഗോത്രപിതാക്കന്മാർ, ഇവരിലൊക്കെ ആളുകളോട് ദൈവം സംസാരിക്കുകയും ദൈവം കൂടെ നടക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇവരാരും ശബത്ത് ആചരിക്കുന്നതായി തിരുവെഴുത്തിൽ രേഖകൾ ഇല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ ശബത്ത് എന്നൊരു പ്രയോഗം തന്നെ ഇല്ല. അപ്പം ഇത് സൃഷ്ടിപ്പിലെ ദൈവം 7-ാം ദിവസം സ്വസ്ഥനായിരുന്നു, ദൈവം അതിനെ വിശുദ്ധീകരിച്ചു എന്നൊക്കെ തിരുവെഴുത്തിൽ കാണുമ്പോൾ അത് മനുഷ്യനെല്ലാവരും ആചരിക്കുന്ന ഒരു കൽപ്പനയായി അവിടെ നമ്മൾ കാണുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും പരിച്ഛേദനയുടെ അടയാളം അബ്രഹാമിന് കൊടുത്ത ദൈവം, അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനാണ്, അദ്ദേഹത്തോട് ദൈവം ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷേ അങ്ങനെ ഒരു സംഭവം നമ്മൾ കാണുന്നില്ല. ഫറവോൻ്റെ അടിമത്വത്തിലായ 400 വർഷമായിരുന്ന ഇസ്രായേൽ ജനം ഈ ശബത്ത് ആചരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ നമുക്കൊരു വാദം വരും, അത് ഫറവോൻ അവരെ അനുവദിക്കാഞ്ഞതായിരിക്കാം, അദ്ദേഹം ഒരു ഭയങ്കര ടാസ്ക് മാസ്റ്റർ ആയതുകൊണ്ട് അവരെ പീഡിപ്പിച്ചതാണ്, അങ്ങനെയാണ് അവർ ആ കൽപ്പന ലംഘിച്ചതെന്ന്. പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും ആ കാര്യങ്ങൾ പിന്നീട് അവർ സ്വാതന്ത്ര്യം പ്രാപിച്ച ശേഷം ഫറവോൻ്റെ അടിമത്വ നിമിത്തമാണ് ദൈവത്തിൻ്റെ ഈ കൽപ്പന ഞങ്ങൾക്ക് ആചരിക്കാൻ കഴിയാത്തത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നില്ല. ഞാൻ എൻ്റെ കേൾവിക്കാരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, പിന്നെയും ഞാൻ പറയാം, ഇത് വളരെ വിശദമായി സംസാരിക്കേണ്ട വിഷയമാണ്. പക്ഷേ നമ്മുടെ പരിമിതമായ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ചിന്ത ഉണർത്തുവാൻ ന്യായമായ കാര്യങ്ങൾ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ ആദ്യമായി ശബത്തിനെ പിന്നെ കാണുന്നത് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലാണ്. 16-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലാണ് ശബത്ത് എന്ന വാക്ക് വേദപുസ്തകത്തിൽ ആദ്യമായി കാണുന്നത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇത് സൂചിപ്പിച്ചതാണ്. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ
അവർക്ക് മന്ന കൊടുക്കുമ്പോൾ 6-ാം ദിവസം ഇരട്ടി അവർ ശേഖരിക്കണമെന്ന് ദൈവം അവരോട് പറഞ്ഞു. പക്ഷേ നിങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം മുതൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് 6-ാം ദിവസം അവരിത് കളക്ട് ചെയ്തു എങ്കിലും ഇതെന്തിനാണ് ഇങ്ങനെ ഒരു ഡബിൾ പോർഷൻ കളക്ട് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. അവർ മോശയുടെ അടുക്കൽ വരുമ്പോൾ മോശ ദൈവത്തിൻ്റെ കൽപ്പന അവരോട് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ആ വേദഭാഗം വായിക്കുമ്പോൾ വളരെ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അവർ നേരത്തെയോ അവരുടെ പിതാക്കന്മാരോ ഇങ്ങനെ ഒരു കാര്യം അവരാചരിച്ചിട്ടില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുന്നത് പോലെ, പഠിപ്പിക്കുന്നത് പോലെ മോശ ശബത്തിൻ്റെ വിഷയം അവരോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പുറപ്പാട് പുസ്തകം 20-8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ 10 കൽപ്പനയിലെ 4-ാമത്തെ കൽപ്പനയാണ് ശബത്ത് ആചരിക്കുക. അതിൽ ഇംഗ്ലീഷിൽ റിമെമ്പർ ദ സാബത്ത് എന്നുണ്ട്. അപ്പോൾ ചിലർക്ക് അതാണ് പ്രശ്നം. റിമെമ്പർ എന്ന വാക്ക് അവിടെ വരുമ്പോൾ അത് എടുത്തുകൊണ്ട് നേരത്തെ തന്നെ ഈ കൽപ്പന ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. മലയാളത്തിലെ ആ പ്രയോഗം ഞാൻ ഒന്ന് വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. 20-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം. ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാൻ ഓർക്കുക. റിമെമ്പർ ദ സാബത്ത്. ആ റിമെമ്പർ എന്ന വാക്കിൻ്റെ അർത്ഥം അന്നേരത്തെ പശ്ചാത്തലം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 16-ാം അധ്യായത്തിൽ മോശ മുഖാന്തരം ദൈവം അവരെ പഠിപ്പിച്ചത് ഓർക്കുക എന്ന അർത്ഥം അതിനകത്ത് നമുക്ക് എടുക്കാൻ കഴിയും. എന്നാൽ അതിനേക്കാൾ ആ വാക്ക് സക്കാർ എന്ന ആ പ്രയോഗം പഠിച്ചാൽ മാർക്ക് ടു ബി റിമെമ്പേർഡ് എന്ന ഒരർത്ഥം അതിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് തൊട്ട് അത് കോമംബറേറ്റ് ചെയ്യത്തക്കവണ്ണം അതിനെ മാർക്ക് ചെയ്യണം. ഇവിടം മുതൽ ആ കൽപ്പന കൊടുത്ത ദിവസം മുതൽ എന്നൂടെ അതിനർത്ഥമുണ്ട് എന്ന മൂലവാക്ക് എബ്രായ വാക്കിൽ നിന്ന് ആ റിമെമ്പർ എന്ന വാക്കിന് അങ്ങനെയും ഒരർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അല്ല ലളിതമായിട്ട് ചിന്തിച്ചാൽ 16-ാം അധ്യായത്തിൽ അവർക്ക് കൊടുത്തതിന് റിമെമ്പർ ചെയ്യാനെന്ന് വേണേൽ വ്യാഖ്യാനിക്കാം. പക്ഷേ അതിനോട് ചേർന്ന് ഇങ്ങനെയും ഒരു വ്യാഖ്യാനമുണ്ട്. അല്ലാതെ ഏതോ പണ്ട് കാലത്ത് പറഞ്ഞത് റീകോൾ ചെയ്യണം എന്ന അർത്ഥത്തിൽ അവിടെ പറഞ്ഞു എന്ന് ധരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ ഒന്നുകൂടെ ആവർത്തിക്കാം. പുറപ്പാട് 31:12, പുറപ്പാട് 31:16-17, നെഹമ്യാവിൻ്റെ പുസ്തകം 9:14, എസെക്കിയേൽ പ്രവചനം 20:12. അവിടെയെല്ലാം ഇസ്രായേലും ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ ഒരു സൈനായിരുന്നു ശബത്ത് എന്ന് തിരുവെഴുത്ത് വളരെ ക്ലിയറായിട്ട് പറയുന്നു. അവിടെ തന്നെ നമുക്കറിയത്തില്ലേ, ഇത് ദൈവം തിരഞ്ഞെടുത്ത യഹൂദന്മാരുമായിട്ടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഒരു സൈനായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നെങ്കിൽ അതിനകത്തുനിന്ന് വളരെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതൊരു ക്രിയേഷൻ ഓർഡിനൻസ് അല്ല. ദൈവം ഒരു ദിവസത്തെ 7-ാം ദിവസത്തിൽ റെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ അതിൻ്റെ അർത്ഥം ദൈവം 6 ദിവസം പ്രവർത്തിച്ച് വീക്കായതുകൊണ്ട് താൻ റെസ്റ്റ് ചെയ്തു എന്നർത്ഥമില്ല. ആ ക്രിയേഷനിൽ നിന്ന് ദൈവം സീസ് ചെയ്തു എന്നാണ് എബ്രായ വാക്കിൻ്റെ അർത്ഥം. അപ്പം ആ പ്രത്യേക ദിവസം ദൈവം അങ്ങനെ ചെയ്തു. ഹി സീസ്ഡ് ഫ്രം ക്രിയേഷൻ. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് വാസ് ആൻ ഓർഡിനൻസ് ടു എവ്രി വൺ. ഇസ്രായേൽ മക്കൾക്ക് അതൊരു സൈനായിട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇന്ന് അത് ആചരിക്കണമോ വേണ്ടായോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒത്തിരി സംശയങ്ങൾ നമ്മളിൽ നിന്ന് മാറുവാനായിട്ട് കഴിയും. അതുപോലെ ഇസ്രായേൽ മക്കൾക്ക് ഈ നിയമം കൊടുത്തത് 10 കൽപ്പനയിലാണ്. വേദപുസ്തകം വളരെ ക്ലിയറായി വെളിപ്പെടുത്തുന്നത് ദൈവം 2 ഉടമ്പടികൾ അല്ലെങ്കിൽ 2 എഗ്രിമെൻറ്റുകളാണ് മനുഷ്യരുമായിട്ട് ചെയ്തത്. നമ്മുടെ ബൈബിൾ തന്നെ പഴയ നിയമം, പുതിയ നിയമം. ഇത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ ഞാൻ പറയട്ടെ,
ദ ഹോൾ ബൈബിളിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ബൈബിളിലെ ഒരു ഭാഗം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയല്ല. പുതിയ നിയമത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുവാൻ പഴയ നിയമം നമുക്ക് ആവശ്യമാണ്. പഴയ നിയമം ദൈവവും ഇസ്രായേൽ ജനവുമായി ചെയ്ത ഉടമ്പടിയാണ്. എന്നാൽ പുതിയ നിയമം രക്ഷിക്കപ്പെട്ട യഹൂദനാണെങ്കിലും ജാതിയിൽ നിന്ന് വന്ന സകലരെയും കൂടെ ചേർത്തുള്ളതാണ് പുതിയ നിയമം. പഴയ നിയമത്തിന് ഒരു തുടക്കമുണ്ടായിരുന്നു, ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, അതിന് ഒരു പൂർത്തീകരണമുണ്ടായിരുന്നു. ഗലാത്യലേഖനം 3 ഞാൻ 19-ാം വാക്യത്തിൽ നിന്ന് ആ കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ നിയമത്തിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അതൊരു ടെമ്പററി കാര്യമായിരുന്നു. യേശുക്രിസ്തു വന്നു കഴിഞ്ഞ് കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു, സ്വർഗാരോഹണം ചെയ്തു. ഒരു പുതിയ ഉടമ്പടി പിന്നെ ദൈവവും മനുഷ്യനുമായി ചെയ്യുകയാണ്. ആ പുതിയ ഉടമ്പടിയെ സീൽ ചെയ്തിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. പുതിയ ഉടമ്പടിയിൽ 7-ാം ദിവസം ശബത്തായി ആചരിക്കണമെന്നുള്ള ഒരു കൽപ്പനയും നിങ്ങൾ കാണുകയില്ല. മറിച്ച് അതിൻ്റെ ആത്മീയ അർത്ഥം യേശുക്രിസ്തുവിലുള്ള മനുഷ്യൻ്റെ ആത്മീക സ്വസ്ഥതയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. അക്ഷരീകമായി ശനിയാഴ്ച ശബത്തായി ആചരിക്കുവാൻ കർത്താവ് കൽപ്പിച്ചിട്ടില്ല, അപ്പോസ്തോലന്മാർ കൽപ്പിച്ചിട്ടില്ല, പുതിയ നിയമസഭയിൽ അങ്ങനെ ആചരിച്ചിട്ടും ഇല്ല. അപ്പം ഇവിടെ ആളുകൾക്കൊക്കെ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാകും. ഞാനത് ഒന്ന് ക്ലിയർ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. ഉടമ്പടികളോടുള്ള ബന്ധത്തിൽ എബ്രായ ലേഖനം 8-ാം അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ നിർബന്ധമായി വായിക്കണം. പഴയതല്ല, ഇന്ന് പഴയ നിയമത്തിലൂടെ അല്ല നീതീകരണം എന്ന് ബൈബിൾ വളരെ ക്ലിയർ ആക്കുന്നു. യേശുവിലുള്ള വിശ്വാസത്താലാണ് ഇന്ന് ഒരു വ്യക്തി ദൈവസന്നിധിയിൽ ദൈവമുൻപാകെ നീതീകരിക്കപ്പെടുന്നത്. ഇതൂടെ ചേർത്ത് അപ്പോസ്തലന്മാർ കൽപ്പിച്ചിട്ടില്ല, കർത്താവ് കൽപ്പിച്ചിട്ടില്ല, പുതിയ നിയമസഭ ആചരിച്ചിട്ടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റൂടെ ഒന്ന് ചേർത്ത് ചില ചിന്തകളൂടെ പറയാൻ താല്പര്യപ്പെടുകയാണ്. യേശുക്രിസ്തു, ഞാൻ പറഞ്ഞു, പല ആവർത്തി അത്ഭുതങ്ങൾ ശബത്ത് തിരഞ്ഞെടുത്ത് യേശു ചെയ്തു. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഈ യോഹന്നാൻ 5-ാം അധ്യായത്തിലെ ആദ്യത്തെ 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ വാസ്തവത്തിൽ 38 വർഷമായി ഇവൻ രോഗിയായി കിടക്കുക. ഇപ്പം ശബത്ത് ശനിയാഴ്ച തന്നെ സൗഖ്യമാക്കിയില്ലെങ്കിൽ അവൻ മരിച്ചു പോത്തൊന്നുമില്ല. അല്ലെങ്കിൽ യേശുവിന് വേണേൽ ഒരു ദിവസം നേരത്തെ വെള്ളിയാഴ്ച വന്ന് സൗഖ്യമാക്കാൻ. പക്ഷേ യേശു അത് ചെയ്യാതെ മനഃപൂർവ്വം ശബത്ത് ദിവസം യേശു സൗഖ്യമാക്കുന്നത് ആളുകൾ ശബത്ത് ദിവസത്തെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അത് അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് യേശു തൻ്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ യേശു സൗഖ്യമാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ തൻ്റെ ശിഷ്യന്മാർ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ശബത്ത് ദിവസം അവർ ഗ്രെയിൻസ് ഒക്കെ പ്ലക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമായി, ശബത്ത് ലംഘിക്കുകയാണ്. യേശു അവരെ ഡിഫെൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ ആളുകൾക്ക് പറയാനുള്ളത്, യേശു ശബത്ത് ദിവസം സിനഗോഗിൽ പോയല്ലോ. തീർച്ചയായിട്ടും, കാരണം ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ വന്ന യേശു ഹി ഫുൾഫിൽഡ് എവറിത്തിങ്. പക്ഷേ സിനഗോഗുകളിൽ കയറി ശബത്ത് ആചരിക്കാനല്ല അവരെ പഠിപ്പിക്കുന്നത്. അവിടെ താൻ ദൈവരാജ്യം അവരെ പഠിപ്പിക്കുകയാണ്. ഇതുപോലെ തന്നെ അപ്പോസ്തലന്മാർ, ദൈവമക്കൾക്കറിയാമല്ലോ, ലേഖനങ്ങൾ അവരെഴുതുമ്പോൾ ഒരുപാട് ലിസ്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്ന ഇന്ന ലിസ്റ്റ്, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ അത് പാപമാണ്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ, അതുപോലെ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലൊക്കെ ഒരുപാട് ലിസ്റ്റുകൾ നമ്മൾ കാണാൻ കഴിയും. ഇവിടെ എങ്ങും ശബത്ത് ലംഘിച്ചാൽ പാപമാണെന്ന് ഒരു ലിസ്റ്റ് നിങ്ങൾ കാണുകയില്ല. അവരങ്ങനെ കൽപ്പിച്ചിട്ടില്ല. ഇൻഫാക്റ്റ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനം 4-ാം അധ്യായം 10 മുതൽ 11 വരെയും
കൊലോസ് ലേഖനം 2-16-17 വാക്യത്തിൽ ശബത്ത് ആചരിക്കരുതെന്നാണ് പഠിപ്പിച്ചത്. കൊലോസ് ലേഖനം 2-16-17 വാക്യങ്ങൾ അത് ഒത്തിരി ആളുകൾ അതിനെ കോട്ടിമാട്ടി അവരുടേതായിട്ടുള്ള ആശയങ്ങൾ സ്ഥാപിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു ബൈബിൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ മുൻവിധി കൂടാതെ അവിടെ പഠിച്ചാൽ അത് വീക്ക്ലി സബത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഒരു വാക്കിൽ ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കൊലോസ് ലേഖനം 2-16-17 വാക്യം. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആര് നിങ്ങളെ വിധിക്കരുത്. അനേക ആളുകൾ 7-ാം ദിവസം ശനിയാഴ്ച ആചരിക്കണമെന്ന് പറയുന്നവർ പറയും ശബത്ത് എന്നുള്ളത് പെരുന്നാളിനെ കുറിച്ചാണ് പറയുന്നത്, അത് ആഴ്ചയുടെ 7-ാം ദിവസം ശബത്തിനെക്കുറിച്ചല്ല പറയുന്നത് എന്ന് വാദിക്കുന്നുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ആ വാക്യം നിങ്ങൾ നോക്ക്. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത്. ശബത്ത് പെരുന്നാളാണെങ്കിൽ പെരുന്നാളെന്ന് നേരത്തെ എഴുതിയിട്ടുണ്ട്, പിന്നെയും പെരുന്നാൾ പറയേണ്ട കാര്യമില്ല. പെരുന്നാൾ പറഞ്ഞു, വാവ്, ശബത്ത്, ഇറ്റ് ടോക്സ് അബൌട്ട് ദ വീക്ക്ലി സാബത്ത്. ആരും നിങ്ങളെ വിധിക്കരുത്. എന്നിട്ട് 17-ാം വാക്യം, ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. വരുവാനിരുന്നവരുടെ നിഴലത്രേ. ഇതെല്ലാം ഷാഡോ ആയിരുന്നു. റിയാലിറ്റി ഇൻ ജീസസ്. യേശുവിൽ നാം അനുഭവിക്കുന്ന ഒരു സ്വസ്ഥതയുണ്ട്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലെ മനോഹരമായൊരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. 28-ാം വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഐ വിൽ ഗിവ് യു റെസ്റ്റ് ഫോർ യുവർ സോൾ. അക്ഷരീകമായ കനാനിൽ അക്ഷരീക ഇസ്രായേൽ പ്രവേശിച്ച സ്വസ്ഥത അനുഭവിച്ചതുപോലെ അവർ കടന്നു വന്നത് മിസ്രയീമാകുന്ന ആ ലോകത്തിൽ നിന്നാണ്, പാപത്തിൽ നിന്നാണ്. ഇതുപോലെ പാപവഴികളെ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു ദൈവ പൈതലിന് ആത്മീക സ്വസ്ഥത ഉണ്ടാകും. അവൻ്റെ ഉള്ളിൽ, അവൻ്റെ ഹൃദയത്തിൽ മാത്രമല്ല, നിത്യമായൊരു സ്വസ്ഥത അവനുണ്ടാകും. അത് എബ്രായ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ദൈവമക്കൾ വായിക്കണം. ഇതിപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം പഴയ ഉടമ്പടിയുടെ ഭാഗമാകുകയാണ്. അവരോട് സ്നേഹത്തോടെ പറയാനുള്ളത്, അപ്പോൾ പരിച്ഛേദനയും നിങ്ങൾ സ്വീകരിക്കുമോ? മാത്രമല്ല, ശബത്തൊരുവൻ നിങ്ങളുടെ ഇടയിൽ ലംഘിച്ചാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. ആളിനെ കൊല്ലുമോ? എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, പഴയ ഉടമ്പടിയുടെ ഭാഗമല്ല ദൈവസഭ. നാണയത്തിൻ്റെ മറുവശം പറയാം. അത് പറയുന്നതിൻ്റെ അർത്ഥം പഴയ നിയമം വേണ്ട എന്നല്ല. പഴയ നിയമത്താലുള്ള നീതീകരണം ഒരു കാലഘട്ടത്തേക്കുള്ളതായിരുന്നു. ഇന്ന് ദൈവസഭ പുതിയ നിയമം, പുതിയ ഉടമ്പടിയുടെ ഭാഗമാണ്. പുതിയ ഉടമ്പടിയിൽ ശാബത്ത് ഒരാത്മീക സ്വസ്ഥതയാണ്. യേശു എങ്ങും അത് പഠിപ്പിച്ചില്ല. അപ്പോസ്തോലന്മാർ നിയമമായിട്ട് പഠിപ്പിച്ചില്ല. അപ്പോസ്തോലന്മാർ ലേഖനങ്ങളിലൂടെ അറിയിക്കുന്നത് ശബത്ത് നിഴലാണെന്നാണ്. ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണ് തുറക്കട്ടെ. മുൻവിധിയോടുകൂടെ നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ സ്ഥാപിക്കാനായിട്ട് വാക്യങ്ങൾ നമ്മൾ എടുക്കും. അങ്ങനെയല്ല, തുറന്ന ഹൃദയത്തോടെ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ തന്നെ ആദ്യ സഭ ശബത്ത് ആചരിച്ചില്ല. പക്ഷേ അപ്പോസ്തലപ്രവൃത്തി 13-5, 14-ാം അധ്യായം 1-ാം വാക്യം, 17-ന്റെ 1, 2, 10, 4, 19 ഈ വാക്യങ്ങളിലെല്ലാം അപ്പോസ്തലനായ പൗലോസ് ശബത്ത് ദിവസമൊക്കെ പള്ളിയിൽ പോയതായിട്ട് നിങ്ങൾ കാണും. അവരുടെ മിഷണറി യാത്രകളിലെല്ലാം
ഓരോ സ്ഥലത്തവർ ചെല്ലുമ്പോൾ യഹൂദന്മാരുടെ സിനഗോഗ് ഉള്ളിടത്താണ് ശബത്ത് ദിവസം അവർ പ്രവേശിച്ചത്. ഉടനെ നമ്മൾ അതിനകത്തു നിന്ന് അവർ ശബത്ത് ആചരിച്ചു എന്ന ആ ഡോക്ട്രിൻ അല്ല ഉൾക്കൊള്ളേണ്ടത്. ദൈവവചനം പഠിക്കുന്ന സ്റ്റുഡൻസ് എന്ന നിലയിൽ അപ്പോസ്തലനായ പൗലോസ് പ്രധാനമായും 3 മിഷണറി യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ശബത്ത് ദിവസം അദ്ദേഹം സിനഗോഗിൽ കയറി എന്തു ചെയ്തു? ശബത്ത് ആചരിക്കാൻ പഠിപ്പിക്കുകയല്ല, ന്യായപ്രമാണത്തിലൂടെ അല്ല നീതീകരണം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നീതീകരണമുണ്ട് എന്ന് പഠിപ്പിക്കുകയായിരുന്നു. അഥവാ ശബത്ത് ദിവസം സിനഗോഗിൽ പോയത് സുവിശേഷീകരണത്തിനാണ്. അല്പം കൂടെ അത് ഡീപ്പായിട്ട് പഠിച്ചാൽ യഹൂദന്മാരുടെ സിനഗോഗിൽ 3 തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന് ട്രഡീഷണൽ ജ്യൂസ്, അവർ അബ്രഹാമിൻ്റെ ഡിസെൻഡൻസ് ആണ്. രണ്ടാമത് പ്രോസലൈറ്റ്സ്, ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് യഹൂദന്മാർ കൊടുത്ത സ്നാനമൊക്കെ സ്വീകരിച്ച് യഹൂദ മതം സ്വീകരിച്ചവർ. മൂന്നാമതൊരു ഗ്രൂപ്പുണ്ട്, ഗോഡ് ഫിയറേഴ്സ് എന്നാണ് അവരെ പറയുന്നത്. ഭക്തന്മാർ, ഏക സത്യ ദൈവത്തിൽ അവർ വിശ്വസിക്കുന്നു. പക്ഷേ ജാതിക പശ്ചാത്തലത്തിലുള്ള ഇവർ യഹൂദന്മാർ പറയുന്നത് പോലെ സ്നാനപ്പെട്ട് മതം സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. യഹൂദന്മാർ പ്രചരിപ്പിക്കുന്ന യാഹ്വയാണ് സത്യദൈവം എന്നവർക്ക് ബോധ്യമുണ്ട്. അതിനപ്പുറത്തൊരു തീരുമാനം അവരെടുക്കുവാൻ താല്പര്യപ്പെടാതെ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പ് സിനഗോഗിലുണ്ട്. അവർക്ക് പ്രത്യേക സ്ഥലമുണ്ട്. പൗലോസിൻ്റെ ശുശ്രൂഷ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പലപ്പോഴും ഈ ഗ്രൂപ്പിനെ പൗലോസ് ടാർഗറ്റ് ചെയ്തു. കാരണം ഈ ഒരുപാട് നിയമങ്ങളൊന്നും ആചരിക്കേണ്ട ആവശ്യമില്ല, ഇനിയും പരിച്ഛേദന വേണ്ട, ഇനി മോശയുടെ നിയമങ്ങൾ വേണ്ട, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെടുമെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചോളം അവർ പെട്ടെന്ന് ആ കാര്യങ്ങൾ ഏറ്റെടുക്കും. പോസിറ്റീവായി പ്രതികരിക്കുന്ന ഈ ഗ്രൂപ്പിനെ വളരെ സ്ട്രാറ്റജിക്കായി അപ്പോസ്തലനായ പൗലോസ് ടാർഗറ്റ് ചെയ്തിരുന്നു എന്ന് തൻ്റെ മിഷണറി യാത്രകൾ പഠിക്കുമ്പോൾ നമുക്ക് ആ കാര്യം വളരെ സ്പഷ്ടമായി മനസ്സിലാകും. അതുകൊണ്ട് പൗലോസ് സിനഗോഗിൽ കയറിയത് ഇറ്റ് വാസ് എൻ ഇവാഞ്ചലിസ്റ്റിക് ത്രസ്റ്റ്. ഇറ്റ് ഈസ് നോട്ട് ടു പ്രൊമോട്ട് സാബത്ത് ഡോക്ട്രിൻ. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ 1-ാം മിഷണറി യാത്രയിൽ, അവരുടെ മടക്കി യാത്രയിൽ അവർ സഭകളിൽ മൂപ്പന്മാരെ നിയോഗിച്ചു. പുതിയ നിയമസഭയാണ് അവർ സ്ഥാപിച്ചത്, അല്ലാതെ പണ്ടത്തെ സിനഗോഗും ശാബത്തും ഒന്നും അല്ല. 17-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസോ അപ്പോസ്തോലന്മാരോ ശബത്ത് ആചരിക്കണമെന്ന് യഹൂദന്മാരോടാകട്ടെ ജാതീയ ആളുകളോടാകട്ടെ അവർ പ്രസ്താവിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇതിനോടുള്ള ബന്ധത്തിൽ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത് ആവശ്യമാണ്. 1-ാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞ് 2-ാം മിഷണറി യാത്രയ്ക്ക് മുൻപ് യെരുശലേം കൗൺസിൽ കൂടുന്ന ഒരു പശ്ചാത്തലമാണ് വൈദ്യനായ ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ കൂടി വരേണ്ടി വന്ന സാഹചര്യം യെരുശലേം സഭയിൽ നിന്ന് യെരുശലേം സഭ അധികാരപ്പെടുത്താതെ ചില ആളുകൾ വന്ന് അന്ത്യോക്യയിൽ ദുരുപദേശം പറയുവാൻ തുടങ്ങി. അവരുടെ ഉപദേശം യേശുക്രിസ്തുവിനോടൊക്കെയുള്ള രക്ഷയൊക്കെ അവിടെ ഇരിക്കട്ടെ, അതിനോട് ചേർന്ന് നിങ്ങൾ പരിച്ഛേദനയേക്കണം എന്ന് പറഞ്ഞാൽ യേശു തുടങ്ങി വെച്ച കാര്യം പൂർത്തീകരിക്കണമെങ്കിൽ ന്യായപ്രമാണം വേണം. ഈ ഒരു വലിയ വിഷയത്തോട് പൗലോസും ബർണ്ണബാസും ഒക്കെ ശക്തമായി എതിർക്കുന്നുണ്ട്. അതിനുശേഷം അന്ത്യോക്യ സഭ അധികാരപ്പെടുത്തി പൗലോസും ബർണ്ണബാസും കൂടെ യെരുശലേമിൽ വന്ന് അവിടെ പത്രോസുമുണ്ട്. യാക്കോബിൻ്റെ നേതൃത്വത്തിൽ കൗൺസിൽ ഇരുന്ന് ഈ വിഷയം ഡിസ്കസ് ചെയ്യുന്നതാണ് 15-ാം അധ്യായം. എന്താണ് അവിടുത്തെ വിഷയം? 15-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നിങ്ങൾ ദയവായി ഒന്ന് വായിക്കുവാൻ ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഇത് സഭാചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി ദൈവമക്കൾ ചിന്തിക്കണം. എന്നാൽ പരീശാപക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിക്കുവാൻ
കൽപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ കൗൺസിലിനകത്ത് എതിരെ വാദിക്കുന്നവരുണ്ട്. അവരെഴുന്നേറ്റ് പറയുകയാണ്, അവരെ വിളിക്കുന്നത് പരീശാപക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ ചിലർ. അവർ വിശ്വാസികളാണ്, പരീശാപക്ഷത്തിലുള്ളവരാണ്. അവരാണ് എഴുന്നേറ്റ് പറയുന്നത്, പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിക്കുവാൻ കൽപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞു. അന്ത്യോക്യ സഭയിലൊക്കെ ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരാ. അപ്പോൾ അവർ രക്ഷ ശരിയാകണമെങ്കിൽ മോശയുടെ ന്യായപ്രമാണം അവരാചരിക്കണം. യേശുവിലൂടെ മാത്രമുള്ള വിശ്വാസത്താലുള്ള നീതീകരണം പോരാ എന്ന വിഷയമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വേറെ വാദങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണം മോശയുടെ ന്യായപ്രമാണം രണ്ടും രണ്ടാണെന്ന്, അതൊക്കെ അവരവരുടെ വാദങ്ങൾ സ്ഥാപിക്കുവാനായിട്ട് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതാണ്. അങ്ങനെയല്ല, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെയാണ് ഈ മോശയുടെ ന്യായപ്രമാണം എന്ന് പറയുന്നത്. ഇതാണ് വാസ്തവത്തിൽ ഇവിടെ യെരുശലേം കൗൺസിലിലെ ഇഷ്യൂ. ഇനി 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ പത്രോസ്, പൗലോസ്, ബർണബാസ് ഇവരൊക്കെ യേശുക്രിസ്തുവിലൂടെയുള്ള നീതീകരണം മതി, അതിനി ന്യായപ്രമാണം അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന കാര്യത്തിൽ വാദിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. നേരത്തെ അന്ത്യോക്യയിൽ വെച്ച് പത്രോസ് അവിടെ വന്നപ്പോൾ പത്രോസും ഈ പരിച്ഛേദനക്കാരുടെ വാദത്താൽ ഇളകിപ്പോയിരുന്നു, ബർണബാസ് ഇളകിപ്പോയിരുന്നു. ഇതൊക്കെ ഗലാത്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അപ്പോസ്തോലനായ പൗലോസ് ശക്തമായി പത്രോസിനോട് വാദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കൗൺസിൽ സമയമായപ്പോഴത്തേക്കും പത്രോസും ബർണബാസും ഒക്കെ ശരിയായ സുവിശേഷത്തിന് അവർ പിന്താങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നു. അന്ന് പൗലോസ് അവർക്ക് താക്കീത് കൊടുത്തത് നല്ലതായി. എന്നിട്ട് അവരിവിടെ ആ സുവിശേഷത്തിന് അവർ സാക്ഷ്യം വഹിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഞാൻ 6 മുതലുള്ള വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഈ സംഗതിയെക്കുറിച്ച് വിചാരിക്കുവാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി. വളരെ തർക്കം ഉണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത്, സഹോദരന്മാരെ, കുറേ നാൾ മുൻപേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണം എന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇത് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ പോയി പത്രോസ് ശുശ്രൂഷിക്കുന്ന ആ ഒരു വിഷയമാണ് ഇവിടെ പത്രോസ് പറയുന്നത്. 8-ാം വാക്യം, ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്നു. വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്ക് അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. ജാതികൾക്കും യഹൂദന്മാർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. വിശ്വാസത്താലാണ് നീതീകരണം. വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വയ്ക്കുവാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നതെന്ത്? ന്യായപ്രമാണം പുതിയ നിയമ വിശ്വാസിയുടെ മുകളിൽ വെച്ച് ദൈവത്തെ പരീക്ഷിക്കരുത്. അടുത്ത വാക്യം, കർത്താവായ യേശുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. യഹൂദൻ വിശ്വസിക്കുന്നു, ജാതിയും വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് രക്ഷ. വിശ്വാസത്താലാണ് നീതീകരണം. ഇറ്റ് ഈസ് നോട്ട് by observing law. എത്ര സ്പഷ്ടമായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് വളരെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. ഞാനത് വേഗത്തിൽ ഒന്ന് ചൂണ്ടിക്കാട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം അതിൻ്റെ 12-ാം വാക്യം, ജനസമൂഹം എല്ലാം മിണ്ടാതെ ബർണബാസും പൗലോസും ദൈവം തങ്ങളെ കൊണ്ട് ജാതികളുടെ ഇടയിൽ ചെയ്യിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം വിവരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. അവർ
പറഞ്ഞ് നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞു, സഹോദരന്മാരെ, എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവീൻ. അതാണ് 13 മുതൽ 21 വരെ ചെയർമാനായിരിക്കുന്ന യാക്കോബ് ജഡ്ജ്മെൻ്റ് പറയുകയാണ്. അത് ഞാനിവിടെ സമയത്തിൻ്റെ ചുരുക്കത്താൽ വായിക്കുന്നില്ല, ദൈവമക്കൾ അത് വായിക്കണം. 19 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ അവരെടുത്ത തീരുമാനത്തിൻ്റെ കാതലായ കാര്യം, ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ 1, 2 പരസംഗം 3 ശ്വാസം മുട്ടിച്ചത്തത് 4 രക്തം എന്നിവ വർജിക്കുവാൻ നാം അവർക്ക് എഴുതണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. അടുത്ത് നിങ്ങൾ കേൾക്കണം, 28, 29 വാക്യം. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യം എന്നല്ലാതെ അധികമായ ഭാരം ഒന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. ഇവ വർജിച്ച് സൂക്ഷിച്ചു കൊണ്ടാൽ നന്ന് ശുഭമായിരിക്കുവിൻ. ഹോളി സ്പിരിറ്റിനും ഞങ്ങൾക്കും തോന്നുന്നു, ജാതികളുടെ മേൽ ന്യായപ്രമാണത്തിൽ ഉള്ള കാര്യങ്ങൾ ഇനി നുകമായി വെച്ചു കെട്ടരുത്. എത്രയോ സ്പഷ്ടമായിട്ടാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ശബത്ത് ആചരിക്കുക എന്നുള്ളത് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, ദർ ഇസ് എ ക്രിസ്ത്യൻ ലിബർട്ടി. ഒരുത്തന് ശനിയാഴ്ച, ഒരുത്തന് ഞായറാഴ്ച, ഒരുത്തന് വെള്ളിയാഴ്ച, അല്ലെങ്കിൽ ഒരുത്തന് ബുധനാഴ്ച, ആരെയും വിധിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ശനിയാഴ്ച അല്ലെങ്കിൽ അത് പാപമാണ് എന്ന തർക്കം വരുമ്പോൾ ഒരു കോൺട്രവേഴ്സിയായി. ഒരു പുതിയ നിയമവിശ്വാസി ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ അല്ല. ദൈവം മുൻപാകെ അവൻ നീതീകരിക്കപ്പെടുന്നത് ദൈവം മോശ മുഖാന്തരം ഇസ്രായേലിന് കൊടുത്ത ന്യായപ്രമാണത്തിലൂടെ അല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ്. അവിടെ വരുമ്പോഴാണ് ഇത് ന്യായപ്രമാണത്തിന് മുൻപ് സൃഷ്ടിപ്പിലുണ്ടായിരുന്നു എന്ന വാദം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സൃഷ്ടിപ്പിൽ അങ്ങനെ ഒരു ഓർഡിനൻസ് ഉണ്ടായിരുന്നെങ്കിൽ ആദം മുതൽ മോശ വരെയുള്ള ആളുകളെ നിങ്ങൾ പരിശോധിച്ചാൽ തിരുവെഴുത്തിൽ ഒരു രേഖയുമില്ല അവർ ശബത്ത് ആചരിച്ചതായിട്ട്. ദൈവമക്കൾ മനസ്സിലാക്കണം, മോശയിക പഞ്ചഗ്രന്ഥം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇതൊക്കെ മോശ എഴുതുന്ന പുസ്തകമാണ്. പക്ഷേ മോശ, അബ്രഹാമോ, ഹാനോക്കോ, നോഹയോ മറ്റാരും ഗോത്രപിതാക്കന്മാരോ ഇവരാരും ശബത്ത് ആചരിച്ചതായിട്ട് രേഖപ്പെടുത്തുന്നില്ല. മോശ എഴുതുമ്പോൾ പുറപ്പാട് 16-ാം അധ്യായത്തിലാണ് ആദ്യം ശബത്തിൻ്റെ വിഷയം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഉൽപ്പത്തി മുതൽ കാണുന്ന, ഉൽപ്പത്തിയിൽ 2-ാം അധ്യായത്തിൽ ദൈവം റെസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ദൈവം മാനവജാതിക്ക് ഒരു ഓർഡിനൻസ് ആയിട്ട് 7-ാം ദിവസമാകുന്ന ശനിയാഴ്ച കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തതായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഭക്തന്മാർ അതിന് ശേഷം 100 കണക്കിന് വർഷത്തിലുള്ളവർ അത് ആചരിച്ചേരും. എന്നാൽ ഇസ്രായേൽ ജനത്തിന് ദൈവം കൽപ്പന കൊടുത്തു. അതെന്തിനാണെന്ന് തിരുവെഴുത്തിൽ വളരെ വ്യക്തമായ രേഖകളുണ്ട്, ഞാൻ അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. ആ യഹൂദന് കൊടുത്ത ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല ഇന്ന് യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന പുതിയ നിയമവിശ്വാസി. ന്യായപ്രമാണത്തിൻ്റെ കുഴപ്പമല്ല, അത് ദൈവത്തിൻ്റെ വചനമാണ്. അതൊരു കാലഘട്ടത്തിലേക്ക് ദൈവം കൊടുത്തതാണ്. ഇപ്പോൾ പുതിയ സാഹചര്യം, ജീസസിലൂടെ നീതീകരിക്കപ്പെടുവാൻ കഴിയും. ഇങ്ങനെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദൈവസഭയിൽ ഇനിയൊരു നുകം വെച്ച് കെട്ടാൻ നാം അനുവദിക്കരുത്. അങ്ങനെയാണെങ്കിൽ 7-ാമത്തെ ദിവസമാകുന്ന ശനിയാഴ്ച ഇപ്പോൾ ഞായറാഴ്ചയായി തീർന്നു. ശബത്ത് മാറിയിട്ടില്ല. ശബത്തായിട്ട് ആ നിലയിൽ ഒരു ദിവസമല്ല ഇന്ന് ആചരിക്കേണ്ടത്. ഞായറാഴ്ച ക്രിസ്തീയ ശബത്തല്ല, ഞായറാഴ്ച വിശുദ്ധന്മാർ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ വന്ന് ആരാധിക്കാൻ. കാരണം അന്ന് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസമായതുകൊണ്ട് ഞായറാഴ്ചയ്ക്ക് പ്രാധാന്യത കൊടുക്കുന്നു. അത് പഴയ നിയമത്തിലെ ശനിയാഴ്ച ഞായറാഴ്ചയായിട്ട് മാറി ശബത്ത് ആചരിക്കുകയല്ല,
ഉയർത്തെഴുന്നേൽപ്പ് നടന്നതുകൊണ്ട് ദൈവസഭ ദൈവത്തെ ആരാധിക്കാൻ ഞായറാഴ്ച വരുന്നു. അപ്പോൾ ചിലരൊക്കെ പറയുന്നത് അത് മൃഗത്തിൻ്റെ മാർക്കാണെന്ന്. ഇറ്റ് ഈസ് ദ മാർക്ക് ഓഫ് ദ ബീസ്റ്റ്. അവരുടെ വാദം AD 321 കുസ്തന്തിനോസ് ചക്രവർത്തി ഞായറാഴ്ച ആരാധന, ഞായറാഴ്ച അവധി നിയമിച്ചു എന്നും അത് സൂര്യദേവനെ ആരാധിക്കുന്ന ദിവസമാണ് ഈ ജാതീയ രാജാവ് ആ നിലയിൽ അവിടുത്തെ ക്രിസ്ത്യാനികളുടെ മേൽ ഒരു കൽപ്പന വെച്ചതുകൊണ്ട് അങ്ങനെ ഇത് ഞായറാഴ്ച ആരാധനയായി വന്നതാണെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇംഗ്ലീഷിലെ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എല്ലാ ഈ നാമങ്ങളുടെയും പിൻപിൽ ഒരു ദേവൻ്റെ നാമമാണ്. ഞായറാഴ്ച സൺ ഗോഡിൻ്റെ പേരിലാണെങ്കിൽ ശനിയാഴ്ച സാറ്റർഡേ സാറ്റേൺ ദേവതയുടെ പേരിലുമാണ്. അതൊന്നും ഞായറാഴ്ച ആരാധിക്കാൻ കാരണമല്ല. ഞായറാഴ്ച ദൈവമക്കൾ ആരാധിക്കുന്നത് സൺ ഗോഡിനെ അല്ല, ജീസസ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളാണ്. അതിന് പ്രാധാന്യത കൊടുക്കുന്നു. അതുകൊണ്ട് സൺഡേയിൽ വന്ന് ആരാധിക്കുന്നു. ദൈവസഭ ഞായറാഴ്ച ആരാധിച്ചതിന് വേദപുസ്തകത്തിൽ തെളിവുകൾ ഉണ്ട്. ഞായറാഴ്ച എന്ന വാക്ക് നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുകയില്ല. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 2:46 നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ആദ്യത്തെ വിശ്വാസികൾ അവരാരാധിച്ചത് എങ്ങനെയാണ്? ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. എവറി ഡേ ദേ വർ ഇൻ വർഷിപ്പ്. അതുപോലെ അപ്പോസ്തലപ്രവൃത്തി 20:7 വരുമ്പോൾ 20:7 ആഴ്ചവട്ടത്തിൽ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിരാവരെയും പ്രസംഗം നീട്ടി. ബാക്കി ഞാൻ വായിക്കുന്നില്ല. അവിടെ വെച്ചാണ് ഉത്തിക്കോസ് ജനലിൽ നിന്ന് വീണ് താൻ മരിക്കുന്നതായിട്ടും അതിനുശേഷം പൗലോസ് തന്നെ ഉയർപ്പിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നത്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമാണ് യോഗം കൂടുന്നത്. അവിടെ സഭായോഗങ്ങളിൽ കാണേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, 1 അപ്പം നുറുക്കുക, 2 ദൈവവചന ശുശ്രൂഷ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾക്ക് സൺഡേയിൽ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ സൺഡേ എന്ന പേരിനേക്കാൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം, കുറച്ചുകൂടെ നമ്മളതിനെ പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള വാക്ക് നമ്മൾക്ക് അവിടെ നിന്ന് നമ്മൾക്ക് കാണുവാൻ കഴിയും. പത്മോസിലായിരിക്കുന്ന യോഹന്നാനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ദ ഡേ ഓഫ് ദ ലോഡ്, അല്ലെങ്കിൽ ദ ലോഡ്സ് ഡേ, ദ ലോഡ്സ് ഡേ, കർത്തൃ ദിവസം. വാസ്തവത്തിൽ അതാണ് ഒരു നല്ല ടെർമിനോളജി. സൺഡേ എന്നതിനേക്കാളോ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം എന്നതിനേക്കാളോ ദ ലോഡ്സ് ഡേ, കർത്തൃ ദിവസത്തിൽ ഞാൻ ദൈവത്തെ ആരാധിക്കാൻ സഭയിൽ കടന്നു പോകുന്നു. അഥവാ സഭ ഒരുമിച്ച് കടന്നു വന്ന് കർത്തൃ ദിവസത്തിൽ യേശു കർത്താവ് ഉയർത്തെന്ന് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് ശ്രദ്ധിപ്പാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം 1-2 വാക്യം, വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിൻ്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരുതിച്ച് തൻ്റെ പക്കൽ വെച്ചുകൊള്ളണം. പൗലോസ് അവരാഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമാണ് കൂടി വരുന്നത്, ഓൺ ദ ലോഡ്സ് ഡേ. അന്ന് ധനശേഖരണം നിങ്ങൾ എടുക്കണം. അല്ല ഞാൻ വന്നിട്ടൊരു സ്പെഷ്യൽ ഓഫറിങ് എടുക്കേണ്ട കാര്യമില്ല, ആ കാര്യമാണ് പറയുന്നത്. സോ ദൈവസഭകൾ കൂടി വന്നിരുന്നത് ഇറ്റ്സ് ഓൺ ദ ലോഡ്സ് ഡേ. അത് സൂര്യദേവനെ ആരാധിക്കുന്ന അന്നായതുകൊണ്ടൊന്നുമല്ല. അതൊക്കെ വെറുതെ ചുമ്മാതെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ്
ഈ വചനത്തിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ മാറ്റുവാനായിട്ട് ശ്രമിക്കുന്ന ശ്രമങ്ങളാണ്. ദൈവത്തിൻ്റെ ജനം കർത്തൃ ദിവസത്തിൽ കടന്നു വരുന്നത് ദൈവത്തെ ആരാധിക്കാനാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസം അന്നാണ്. അത് സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ ധാരാളം ആവർത്തികൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇവരൊക്കെ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമാണെന്ന് വളരെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ ഈ പ്രഭാഷണം ഇവിടെ നിർത്തുമ്പോൾ ശബത്ത് എന്ന വിഷയത്തെക്കുറിച്ച് ഈ കാലഘട്ടത്തിലുള്ള കോൺട്രവേഴ്സികളോടുള്ള ബന്ധത്തിലാണ് ഈ ചില എപ്പിസോഡുകളായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയുവാൻ ശ്രമിച്ചത്. ഇന്ന് ശബത്തുണ്ടോ? ഉണ്ട്. ക്രിസ്തുവിൽ ദൈവ പൈതൽ അനുഭവിക്കുന്ന ആന്തരിക സ്വസ്ഥത മാത്രമല്ല, വരാൻ പോകുന്ന നിത്യതയിലുള്ള സ്വസ്ഥത, അത് ഒരു ദൈവ പൈതലിന് അനുഭവിക്കുവാൻ കഴിയും. അല്ലാതെ ശനിയാഴ്ച ആചരിക്കണമെന്നുള്ള നിയമം ഇസ്രായേൽ ജനത്തിനുള്ളതാണ്. ആ നുകത്തിൻ്റെ കീഴിൽ ഇനിയൊരു ദൈവ പൈതലാകരുത്. ഞായറാഴ്ച ആരാധിക്കുന്നത് പഴയ നിയമത്തിലെ ശനിയാഴ്ച ശബത്ത് ഞായറാഴ്ച ശബത്തായതുകൊണ്ടല്ല, ഉയർപ്പിൻ്റെ ദിവസമായതുകൊണ്ട്, ജീസസ് അന്ന് ഉയർത്തെഴുന്നേറ്റതുകൊണ്ട്. അപ്പോൾ തന്നെ ദൈവവചനത്തിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് നാണയത്തിൻ്റെ മറുവശം പറയാം. ഒരു ബലഹീനന് ഒരു ദിവസം പ്രത്യേകമായി തോന്നുന്നെങ്കിൽ അവനെ നമ്മൾ വിധിക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷേ ഒരാൾ ശഠിക്കുകയാണ്, ശനിയാഴ്ച തന്നെയാണ് ആരാധന വെളിപ്പെടേണ്ടതെന്ന് പറയുമ്പോൾ ദൈവവചനത്തിലൂടെ ആധികാരികമായി അവരോട് സംസാരിക്കുവാൻ കഴിയും. ഇത് വളരെ ഇലാബൊറേറ്റായിട്ട് പഠിക്കേണ്ട വിഷയമാണ്. ഞാനത് വളരെ സംക്ഷിപ്തമായി എല്ലാവർക്കും മനസ്സിലാകുന്ന നിലയിൽ വളരെ ഷോർട്ടായി നിങ്ങളുടെ മുൻപിൽ അത് വച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ആഴ്ച മുതൽ പിന്നെയും നമുക്ക് 5-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾക്ക് പഠിക്കേണ്ടത് ആവശ്യമാണ്. പ്രധാനമായിട്ടും നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന വിഷയമാണ് നമ്മുടെ മുഖ്യ വിഷയം. എന്നാൽ ഇതുപോലെയുള്ള സബ്ജക്റ്റുകൾ ഇതിനിടയ്ക്ക് വരുമ്പോൾ അതൊന്നെടുത്ത് ഈ കാലഘട്ടത്തിൽ വിശദീകരിക്കേണ്ടത് ആവശ്യമെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് ചില സൂചനകൾ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രധാന വിഷയത്തിൽ നിന്നും നമ്മൾ സൈഡ് ട്രാക്ക് ആകാൻ പാടില്ല. അതുകൊണ്ട് അടുത്ത ആഴ്ചയിൽ ശബത്ത് തുടരാൻ താല്പര്യപ്പെടുന്നില്ല. വി ഹാവ് ടു ഗോ ഇൻ ടു ദ ഗോസ്പൽ ഓഫ് ജോൺ. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഈ ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷയോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മേ ഗോഡ് ബ്ലെസ് us.